ദാനിയേൽ 2-ാമത്തെ അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ടതായിരിക്കുന്ന സ്വപ്നവും സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും അത് വ്യാഖ്യാനിക്കാനായിട്ട് വിദ്വാൻമാർക്ക് വന്നതായിരിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും രാജാവ് അവരെല്ലാം കൊല്ലാൻ കൽപ്പന കൊടുക്കുന്നതും അവസാനം ദാനിയേൽ സ്നേഹിതന്മാരും ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉത്തരം കണ്ടെത്തി രാജാവിന്റെ അടുക്കൽ വന്ന് അതിനെ ഉത്തരം കൊടുക്കുന്നതുമായ കാര്യങ്ങളാണ്. ഞാൻ അതേക്കുറിച്ചൊന്നും അധികം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന കുറേ സത്യങ്ങളുണ്ട്. ഹിഡൻ ട്രൂത്ത്സ് എന്ന് വേണ്ടി പറയും. ഉപരിപ്ലവമായി വായിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് സ്വപ്നത്തിന്റെ അർത്ഥം ദാനിയേലും മറ്റുമൊക്കെ അർത്ഥം പറയുന്നത്, ദാനിയേല് രാജാവ് മാനിക്കുന്നത്, ദാനിയേലിന്റെ ശുപാർശ പ്രകാരം ശദ്രക് മേശക് അബേദ്നെഗോ 3 പേരെയും പ്രൊമോഷൻ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആവശ്യമുള്ളതായിരിക്കുന്ന കുറേ സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനതിൽ ചില സത്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഇവിടെ ഒത്തിരി സത്യങ്ങൾ നമ്മുടെ അറിവിലേക്കായിട്ട് ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. അങ്ങനെ ആ രഹസ്യം അല്ലേ, ദൈവത്തിന്റെ രഹസ്യങ്ങളുണ്ട്. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു, വളരെ ബുദ്ധിമുട്ടി, ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു വലിയ ബിംബം, തലസ്വർണം കൊണ്ട്, പിന്നെ വന്ന നെഞ്ചുമൊക്കെ വെള്ളി കൊണ്ട്, കുറച്ച് താഴോട്ട് വന്ന താമ്രം കൊണ്ട്, പിന്നെ ഇരുമ്പ് കൊണ്ട്, പിന്നെ ഇരുമ്പും കളിമണ്ണും ചേർന്ന്, ഇതെന്താ ഇത്? ദാനിയേലിന് കേട്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല. പക്ഷെ ദാനിയേലിനറിയാം ഇത് ദൈവം തന്നതായിരിക്കുന്ന ഒരു സ്വപ്നമാണ്, അതിലെന്തോ ദൈവത്തിന് പറയാൻ ഉണ്ട്. അതുകൊണ്ട് ദാനിയേൽ എന്താ ചെയ്തത്? ദാനിയേൽ ശദ്രക്കും മേശക്കും കൂടെ മുറിയിൽ കയറിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു നാം വായിക്കുന്നത്. അപ്പോ ദൈവത്തിന് രഹസ്യങ്ങളുണ്ട്, ദൈവം തന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാണ്. ദൈവം വെളിപ്പെടുത്താതെ ആ രഹസ്യങ്ങളെ അറിയാനായിട്ട് സാധ്യമല്ല. ഈ അധ്യായത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ 2-ാം വരവ് വരെയും അത് കഴിഞ്ഞുള്ളതായിരിക്കുന്ന ലോക സാമ്രാജ്യങ്ങളുടെ മുഴുവൻ ഭരണത്തെയും ചുരുക്കി പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമായിരുന്നു. ഇതാണ് ഈ രസം. കർത്താവിന്റെ 2-ാമത്തെ വരവ് വരെയും ഇനിയും കർത്താവ് വന്ന് ഈ ലോകത്ത് രാജ്യം സ്ഥാപിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും ഈ അധ്യായത്തിൽ ചുരുക്കി പറഞ്ഞിരിക്കും. അപ്പൊ ഒരു ചെറിയ അധ്യായമല്ല. നാം ഈ ജീവിക്കുന്നതായിരിക്കും നമ്മുടെ കാലഘട്ടത്തെയും ബാധിക്കുന്ന കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ദൈവം ദാനിയേലിന്റെ കാലം ഒരു രഹസ്യമായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ദൈവം അത് വെളിപ്പെടുത്തി. ആർക്ക് വേണ്ടി വെളിപ്പെടുത്തി? നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി. എന്നിട്ട് നാം എന്താ ചെയ്യുന്നത്? ഈ വെളിപ്പാടുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണ്ടേ? ഇപ്പൊ അമേരിക്കയിൽ ഈ അടുത്ത കാലത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നമുക്കറിയാം ട്രംപ് ഒക്കെ വന്നു. ഈ നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ ആളും അതുപോലെ ബാബേൽ സാമ്രാജ്യവും ദാനിയേൽ ജീവിച്ചതായിരിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യവും ഏറ്റവും ശക്തനായ രാജാവുമായിരുന്നു. ഇന്നത്തെ കാലത്തെ ഏറ്റവും ശക്തമായ രാജ്യം അമേരിക്ക, ആർക്കും ഒരു ചോദ്യമില്ല. ഇന്നത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരാ? ട്രംപ്. അത് നമുക്ക് ചോദ്യമില്ല. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ചിന്തിക്കുമ്പോ ഇതോട് ബന്ധപ്പെടുത്തി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും ഉണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും വരുന്നില്ല. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ ഗതിവിഗതികൾ, ഭരണകാര്യങ്ങൾ, സാമ്രാജ്യങ്ങൾ വരുന്നതും പോകുന്നതും ദൈവത്തിന്റെ രഹസ്യമല്ല. അത് ആർക്കേ ഉള്ളു രഹസ്യം? മനുഷ്യർക്ക് രഹസ്യം. ദൈവത്തിന് അതൊന്നും രഹസ്യമല്ല. അപ്പോ ബാബേൽ സാമ്രാജ്യം, അത് കഴിഞ്ഞിട്ട് മേദ്യ പേർഷ്യയുടെ സാമ്രാജ്യം, അത് കഴിഞ്ഞ ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യം, അത് കഴിഞ്ഞിട്ട് ചക്രവർത്തി സാമ്രാജ്യം, അങ്ങനെ 4ആയിട്ട് വിഭാഗിക്കപ്പെട്ടു പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റോമാ സാമ്രാജ്യം വരുന്നു. റോമാ സാമ്രാജ്യം ശിഥിലമായി പോകുന്നു. അതിനുശേഷമുള്ളതായിരിക്കുന്ന ഇനി വലിയൊരു സാമ്രാജ്യം സ്ഥാപിക്കാൻ വരുന്നു. കൈതൊടാത്ത കറ്റായിട്ട് വന്നിട്ട് ലോക സാമ്രാജ്യത്തെ അടിച്ചു തകർത്ത് നമ്മുടെ കർത്താവ് ഒരു രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പൊ അതെല്ലാം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ 4-ാമത്തെ സാമ്രാജ്യം, റോമാ സാമ്രാജ്യം പഠിച്ച് തകർത്തതിന് ശേഷം ഇനി ചെറിയ കല്ല് വരാനുള്ളതായിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് കാത്തുകൊണ്ടായിരിക്കുന്നത്. ഈ കല്ല് എപ്പോഴാ മേളിൽ നിന്ന് വന്ന് ലോക സാമ്രാജ്യങ്ങളെ തകർക്കുന്നതെന്നാണ്. അതാണ് നമ്മൾ. പക്ഷെ അവിടെ രഹസ്യമായിരിക്കുന്ന ഒരു കാര്യം നമ്മൾ പലപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ കല്ല് വരുന്നത് എപ്പോഴാണെന്നാ പറഞ്ഞത്? 44-ാമത്തെ വാക്യത്തില് ഈ രാജാക്കന്മാരുടെ കാലത്താണ്. ഈ രാജാക്കന്മാർ ആരെങ്കിലും ഒന്നുണ്ടോ? ഇല്ല. ഈ രാജാക്കന്മാരുടെ ശേഷമെന്നല്ല. അങ്ങനെയാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്. ഈ രാജാക്കന്മാരുടെ ഈ 4 സാമ്രാജ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യും? കല്ലായിട്ട് വന്നിട്ട്
തന്റെ സാമ്രാജ്യം. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഈ രാജാക്കന്മാരുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നെബൂഖദ്നേസറും കോരശ് രാജാവും അലക്സാണ്ടർ ചക്രവർത്തിയും ജൂലിയസ് സീസറും ഈ അടങ്ങുന്നതായിരിക്കുന്ന രാജാക്കന്മാർ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന കാലം. അങ്ങനെ അല്ലെങ്കിൽ ബാബേൽ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും ഗ്രീക്ക് സാമ്രാജ്യവും റോമ സാമ്രാജ്യവും ലോകത്ത് ശക്തമായി ജീവിക്കുന്ന ഒരു കാലത്ത് കർത്താവ് എന്ത് ചെയ്യും? വന്നിട്ട് ഇതിനെല്ലാം അടിച്ച് തകർത്ത് പൊടിയാക്കിയിട്ട് തന്റെ രാജ്യം സ്ഥാപിക്കും. ഈ രാജാക്കന്മാരുടെ കാലത്ത് എന്നുള്ളതിനെ വേറൊരു നമുക്ക് വ്യാഖ്യാനിക്കാനൊക്കെ എല്ലാവരും അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. അവർ പറയുന്നത് ഇത് സീക്വൻഷ്യലായിട്ട് നടക്കുമെന്നാണ്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഈ രാജാക്കന്മാരുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയുന്നത്? ഇവരുടെ കാലത്ത്, ഇവരുടെ കാലശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം. ഇവരുടെ കാലത്ത്. അപ്പോ ഇപ്പൊ പ്രവചനങ്ങൾ വ്യാഖ്യാനിക്കുന്നവരായിരിക്കുന്ന ആളുകളൊക്കെ വ്യാഖ്യാനിക്കുമ്പോ ഇതെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോ കല്ലിഞ്ഞ് വന്നടിച്ച് തകർത്താൽ മതി എന്ന് പോരാ. ബാബേൽ സാമ്രാജ്യം ഇറാഖ് ശക്തമാകണം, പേർഷ്യ ശക്തമാകണം, ഗ്രീസ് ശക്തമാകണം, റോം ശക്തമാകണം. ഇതൊന്നും പോയിട്ടില്ല. ഇതെല്ലാം ലോകത്തുണ്ട്, നമുക്കറിയാം, ഉണ്ടെന്നുള്ളത് അറിയാം. ഇപ്പൊ ട്രംപ് പേർഷ്യയോടല്ലേ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്? പേർഷ്യക്കാരെ കുറിച്ചല്ലേ പറയുന്നത്? അടിക്കും 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 എന്ന് പറയുന്നത്. പേർഷ്യയെ അടിച്ച് തകർക്കാൻ ഒക്കില്ല. അത് തകർക്കുന്ന കർത്താവ് ഒരുപാട് തകർക്കാൻ ഒക്കും. ബാബേലിനെ തകർത്തു അല്ലേ? ഇറാഖിനെ തകർത്തില്ലേ? ഇറാഖായി ബാബേൽ എന്ന് പറഞ്ഞത് ഇറാഖിനെ തകർത്തില്ലേ? സദ്ദാം ഹുസൈനൊക്കെ പോയില്ലേ? ഇറാഖിനൊന്നും തകർത്തില്ല. ഇറാഖ് അവിടെ തന്നെയുണ്ട്. ഇനി അത് ശക്തമായി വരും, പച്ച പിടിച്ചു വരും. അതെ. ഗ്രീക്ക് സാമ്രാജ്യം പോയില്ലേ? ഇല്ല. ഗ്രീക്ക് രാജ്യം ഇന്നും ദ ബിഗസ്റ്റ് മറൈൻ പവർ ദ വേൾഡ്. നാവികസേന ഏറ്റവും കൂടുതലുള്ളത് ഗ്രീക്കിനാണ് ഇന്നും. പേർഷ്യക്കാരും ശക്തരാണ്. അമേരിക്കയോട് പോലും ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുക അവരിങ്ങനെ. പിന്നെ റോമക്കാര്. റോം എന്ന് പറയുന്നത് മുഴുവൻ യൂറോപ്പ് അല്ലേ? യൂറോപ്പ് മാത്രമല്ല, അമേരിക്ക റോമിന്റെ ഭാഗമായി. യൂറോപ്പിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തവരെ അമേരിക്ക എന്ന് പറഞ്ഞാൽ യൂറോപ്പ് എന്ന് പറയുന്നിടത്തൊക്കെ അമേരിക്ക ചേർത്ത് വായിച്ചാൽ മതി. അമേരിക്കയും ശക്തമായി നിൽക്കും, ഇതെല്ലാം ശക്തമായി നിൽക്കും. ആ സമയത്താണ് കയ്യിൽ കൈ തൊടാത്തതായിരിക്കുന്ന കല്ല് വന്ന് ലോക സാമ്രാജ്യങ്ങളെ തകർക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സഭയെ ചേർക്കാനായിട്ട് കർത്താവായ ഈ സമയത്ത് വന്ന് കൊണ്ടുപോകാം. പക്ഷെ ഇസ്രയേലിൽ രാജ്യം സ്ഥാപിക്കുന്ന കല്ലായിട്ട് വന്ന് കാണുമെങ്കിൽ ഇനി ഒത്തിരി കാര്യങ്ങൾ ലോകത്ത് നടക്കാനായിട്ടുണ്ട്. കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ഒരു പ്രവചനം പറഞ്ഞപ്പോൾ പറഞ്ഞു, അത്തി മുതലായി സകല വൃക്ഷങ്ങളും. അങ്ങനെ പറഞ്ഞു. ഒരു ലൂക്കോസിലാന്ന് തോന്നുന്നു, അതോ ഏതിലാ? ലൂക്കോസിലോ? അത്തി മുതലായി സകല വൃക്ഷങ്ങൾ. നമ്മൾ ഈ അത്തിയെ മാത്രം അത്തി തളർക്കുമ്പോൾ അല്ല, അത്തി മാത്രം തളർത്താൽ പോരാ. അത്തി മുതലായി സകല വൃക്ഷങ്ങളും. അത്തി ഇസ്രയേലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണെങ്കിൽ മുതലായ വൃക്ഷങ്ങൾ മറ്റു രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതൊക്കെ തളിർക്കണം. അതൊക്കെ തളിർക്കുമ്പോഴാണ് കർത്താവിന്റെ വരവ് ലോകരാജ്യങ്ങൾ സ്ഥാപിക്കാനായിട്ട് വരുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ വായിച്ചു വരുമ്പോഴേ നമ്മളിങ്ങനെ മിസ് ചെയ്ത് പോകും. ചില ജമ്പ് ചെയ്ത്. അപ്പൊ ഞാനിപ്പോ പറയുന്ന ഭാവി കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ലോകത്തിന്റെ അവസാനം വരെയുള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം പ്ലാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമുക്കതൊക്കെ രഹസ്യമാണെങ്കിലും ദൈവത്തിന് അതൊന്നും രഹസ്യമല്ല. അതൊരു ആശ്വസിപ്പിക്കുന്ന തോട്ടല്ലേ? അമേരിക്ക കയറി ഇറാനെ ആക്രമിച്ചാൽ എന്ത് ചെയ്യും? ബോംബിട്ട ഇറാൻ തിരിച്ച് ബോംബിട്ടാൽ എന്ത് ചെയ്യും? ഇസ്രയേലിനെ മറ്റെല്ലാവരും കയറി ആക്രമിച്ചാൽ എനിക്ക് നമുക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കണം. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എപ്പോഴാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? നേരത്തെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 5000 ആളുകൾ കർത്താവിനോട് 3 ദിവസം മീറ്റിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞ് സന്ധ്യയായി, എല്ലാവരും ക്ഷീണിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഇവരെ എന്ത് ചെയ്യണം? പറഞ്ഞു വിടണം. ഇവിടെ പോയി ആഹാരം കഴിക്കണ്ടോ? അപ്പൊ കർത്താവ് പറഞ്ഞു, നോക്കില്ല, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ 5000 പുരുഷന്മാർ തന്നെ ഉണ്ട്, പിന്നെ ഒരു 5000 കാണും, 10000 പരിചയങ്ങൾക്ക് എല്ലാം കൂടെ അപ്പം വിളമ്പണമെങ്കിൽ എവിടുന്ന് വിളമ്പാനാ? ഫിലിപ്പോസ് എന്റെ കമ്പ്യൂട്ടർ ബാക്കസൊക്കെ എടുത്ത് കണക്ക് കൂട്ടി പറഞ്ഞ് 200 വെള്ളിക്കാശിന്റെ ഇത് വാങ്ങിച്ചാൽ 26 അപ്പം എടുക്കുന്ന പോലെ ഓരോ കഷ്ണം കൊടുക്കാൻ പോലും തികയില്ല. പിന്നെ ഇവിടെ എന്നിട്ട് അവിടെ പറയുന്നത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഈ മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോഴും 3 ദിവസം ആകുമ്പോഴും ഇവരോട് ശിഷ്യന്മാരോട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക എന്ന് പറയുമ്പോഴും
കർത്താവ് ഒരു കാര്യം അറിഞ്ഞിരുന്നു, ശിഷ്യന്മാർ മണ്ടത്തരമൊക്കെ വിളിച്ച് പറയും, പക്ഷെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിഞ്ഞു. എന്ന് പറയുന്നത് കർത്താവിനെ സംബന്ധിച്ചോളം ആകസ്മികതയില്ല. നമുക്ക് ആകസ്മികതയൊക്കെ ഉണ്ട്. ലോകരാജ്യങ്ങളുടെ ഗതി കൂടുമ്പോഴും ആകസ്മികത നമുക്കില്ല. അല്ല, സോറി, നമുക്കേ ഉള്ളൂ, കർത്താവിനില്ല. കർത്താവിനെല്ലാം അറിയാം. അമേരിക്ക ചാടിയാലും, പിന്നെ ഇനിയിപ്പോ സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്നപ്പോ അവൻ കുതിച്ച് ചാടിയാലും, ഇനി വേറെ ഏതൊക്കെ രാജാക്കന്മാർ ചാടിയാലും, ഈ കല്ല് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു വരുമ്പോ ഈ ബിംബത്തിന്റെ പാദത്തില വന്നടിച്ചിട്ട് മേപ്പെട്ടുള്ള എല്ലാറ്റിനെയും ഈ രാജാക്കന്മാരുടെ കാലത്ത് ഇതിനെ എല്ലാം കൂടെ ലോക സാമ്രാജ്യങ്ങളെ മുഴുവനും കൂടെ തകർത്താണ് തന്റെ രാജ്യം സ്ഥാപിക്കാനായിട്ട് പോകുന്നത്. ഇത് കർത്താവിന് നേരത്തെ അറിയാം. അപ്പൊ കല്ല് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ബിംബം വീണ്ടും റീബിൽഡ് ചെയ്യുന്ന നിലയിൽ അവിടെ കാണാം. അപ്പോ കർത്താവിനെ സംബന്ധിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, രഹസ്യം മനുഷ്യർക്കാണ്, രഹസ്യങ്ങൾ ദൈവത്തിനല്ല. ദൈവത്തിനെല്ലാം അറിയാവുന്നൊരു ദൈവം. അവർ ഗോഡ് നോസ് എവറിതിങ്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായി. 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. പിന്നെ അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢവുമായുള്ളത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിൽ ഉള്ളത് അറിയുന്നു. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. എന്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളവേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ദൈവത്തെ കുറിച്ച് ദാനിയേൽ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ എന്താ പറഞ്ഞത്? ദാനിയേൽ ദൈവത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? ജ്ഞാനവും ബലവും പിന്നെ അവനുള്ളതാണ്. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകൾക്ക് വിവേകവും എല്ലാം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ഈ ലോകത്ത്, ഈ ലോക കർത്താവാകുന്ന യേശു ക്രിസ്തു ആ കല്ല് വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത് വരെ ഈ ലോകത്ത് ഭരിക്കുന്ന രാജാക്കന്മാരും പ്രധാനമന്ത്രികളും ഗവർണർമാരും ഒക്കെ കർത്താവ് മാറ്റുകയും നീക്കുകയും ചെയ്യുന്നവരാണ്. അതാണ്. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു, രാജാക്കന്മാരെ നീക്കുന്നു, രാജാക്കന്മാരെ വാഴിക്കുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനം കൊടുക്കുന്നു, വിവേകൾക്ക് വിവേകവും ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു, ഇരുട്ടുള്ളത് പറയുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ 2-ാമത്തെ വരവ് വരെ ഈ ലോകത്ത് ആര് ഭരിക്കും, എന്ത് ഭരിക്കും, എവിടെ ഭരിക്കും, എപ്പോ ഭരിക്കും എന്നൊക്കെ നിശ്ചയിക്കുന്ന ആരാ? അത് ആശ്വാസമല്ലേ? ഇന്ത്യയെ മോഡി കിടന്ന് ചാടുന്നു, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു. 1000-800 പേര് പാസ്റ്റർമാർ ജയിലിലുണ്ടായിരുന്നാ പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് ട്രംപ് വിളിച്ച് പറഞ്ഞു എല്ലാത്തിനും പുറത്ത് വിട്ടേക്കണം പറഞ്ഞു. ഇപ്പൊ ഒരെണ്ണം പോലും ഇല്ല, എല്ലാവരും വിട്ടത്. അപ്പൊ അമേരിക്കയിൽ നിന്ന് ട്രംപ് പറഞ്ഞാൽ ഇന്ത്യയില് സുവിശേഷന്മാരെ പുറത്തു വിടും. അത്രേ ഉള്ളൂ മോദിയുടെ ശക്തി എന്ന് പറയുന്നത്. അവിടുത്തെ അനുസരിച്ചൊക്കെ തൊള്ളണം. ഈ മോദിയെ കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാല് ദൈവമാ കൊണ്ടുവന്നത്. അവൻ നല്ലവനാന്ന് വലിയൊന്നും ഉള്ളതല്ല വിഷയം. നെബൂഖദ്നേസർ നല്ലവനായിട്ടാണ് നെബൂഖദ്നേസരെ കൊണ്ടുവന്നത്. അല്ല, അലക്സാണ്ടർ നല്ലവനായിട്ടാണ് അവനെ കൊണ്ടുവന്നത്. ദൈവത്തിന്റെ പരിപാടി ദൈവം ഓരോരുത്തരെയും ഇങ്ങനെ കൊണ്ടുവരും. ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. ഇറാനെ പാഠം പഠിപ്പിക്കാനോ, ഹമാസിനെ പാഠം പഠിപ്പിക്കാനോ, മോദിയെ പാഠം പഠിപ്പിക്കാനോ ഒക്കെ ഉണ്ട്. ദൈവത്തിനുണ്ട്. ദൈവം അങ്ങനെയൊക്കെ ആളുകളെ കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ പരിപാടിയാണ്. അപ്പൊ ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലിന് മനസ്സിലായി ഈ ചെറിയ കല്ല് വന്ന് രോഗസാമ്രാജ്യങ്ങളെ അടിച്ച് തകർക്കുന്നത് വരെ വരുന്ന രാജാക്കന്മാരും പോകുന്ന രാജാക്കന്മാരും കർത്താക്കന്മാരും ഭരണാധികാരികളും നിയമങ്ങളും ഒക്കെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് വരികയും പോവുകയും ചെയ്യുന്നതാണ്. സന്തോഷമല്ലേ? ആശ്വാസമല്ലേ? എനിക്കത് ഭയങ്കര ആശ്വാസമാണ്. കാരണം ആരൊക്കെ ചാടിയാലും പണ്ടാരോ പറഞ്ഞു, നീ എത്ര പൊങ്ങി ചാടിയാലും നിലത്ത് വന്നേ നിൽക്കും. നീ എത്ര പൊങ്ങി ചാടിയാലും നിലത്ത് വന്നേ നിൽക്കും. അതുപോലെയാണ്. നീ എത്ര പൊങ്ങി ചാടിയാലും ദൈവം നിശ്ചയിച്ചിട്ട് വന്ന് നീ നിൽക്കൂ. അതിനപ്പുറത്ത് ഒരു ഇഞ്ച് പോലും പോകില്ല. നമ്മളും ചില സമയത്തൊക്കെ കിടന്ന് ചാടും. നമ്മുടെ വിചാരം കിടന്ന് ചാടിയാൽ പോകുന്ന അങ്ങനെ പെട്ടൊന്നും പോകില്ല. താഴെ വന്നേ നിൽക്കത്തുള്ളൂ. താഴെ വന്ന് നിൽക്കാനായിട്ട് സാധിക്കൂ, അല്ലാതെ എങ്ങും സാധിക്കില്ല. അപ്പൊ അതും ഒരു വലിയ ആശ്വാസമാണ്. ദാനിയേലിന്റെ കാര്യം അങ്ങനെ പറഞ്ഞു കൊടുത്തത് വളരെ അതെ. 28-ാമത്തെ വാക്യം വായിച്ചു. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ വിശദീകരിക്കുന്ന ഒരു വാക്യമാണ്. ദൈവം സ്വർഗത്തിലുണ്ട്. ആ ഭാവികാലത്ത് കൊണ്ടുവരുവാനുള്ളത്
ദേശത്തെ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും വഴുതന്റെയും ഇത് തീരുമാനമായ ദർശനമാവില്ല. രാജാവ് ഇതിനെ സംഭവിക്കാതിരിക്കുന്നത് എന്തെന്നുള്ള വിചാരം വഴുതന്റെയും തീരുമാനത്തിലുണ്ടായി. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിക്കാതിരിക്കുന്നത് അറിയിച്ചു. അതാണ് രാജാവും ഭരണാധികാരിയും ഒക്കെ വളരെ വിഷമിച്ചിരിക്കുക. എന്താണ് ഇത് സംഭവിക്കുന്നത്, എന്താണ് ഇത് സംഭവിക്കുന്നത്? അവർ മാത്രമല്ല, നമ്മളും ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഞാനും ചിന്തിച്ചു, ഇനിയും ഇറാനും എല്ലാം കയറി ബുദ്ധികൾ കാണിച്ചിട്ട് ബോംബെ ഒരെണ്ണം കൊണ്ട് അങ്ങോട്ട് തട്ടിയിട്ട് അമേരിക്ക ഇരിക്കുന്ന സ്ഥാനത്തെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ട് തട്ടിയിട്ട് എന്തൊക്കെയാ പിന്നെ നടക്കാൻ പോകുന്നത്? വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതൊരു വലിയ പരമാർത്ഥമാണ്. അതെ, എന്ന് പറഞ്ഞാൽ സംഭവിപ്പാനിരിക്കുന്നത് എല്ലാം മുന്നമേ നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. ഒന്നും ആകസ്മികം അല്ല. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതൊക്കെ പ്രാർത്ഥിക്കാം. മോദി ജയിക്കണമെന്നോ ജയിക്കരുതെന്നോ, നമുക്ക് വേറെ കോൺഗ്രസ്സുകാർ വരണമെന്നോ കോൺഗ്രസ്സുകാർ വരരുതെന്നോ, വേറെ ഗവൺമെന്റ് വരണമെന്നോ ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ആര് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്? ദൈവം തമ്പുരാൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞ വോട്ട് നമുക്ക് ചെയ്താൽ മതി. നമ്മൾ വന്ന് വോട്ടൊക്കെ ചെയ്താൽ മതി. നമ്മൾ വോട്ട് പാഴായി പോകാതിരിക്കാൻ വന്ന് പ്രാർത്ഥിച്ചാലും മതി. മുമ്പ് പോയി പ്രാർത്ഥിച്ചിട്ട് പോയി ചെയ്താലും മതി. ഇതെല്ലാം രഹസ്യങ്ങളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം വെച്ചിരിക്കുക. നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്നറിയാമോ? നമുക്കിതറിയില്ല, ദൈവത്തിന് അറിയാം. ദൈവത്തിന് അറിയാമെന്നുള്ളത് കൊണ്ട് ദൈവം ഇങ്ങനെ മിണ്ടാതിരിക്കുക. നമ്മൾ കിടന്ന് പ്രാളം പിടിച്ച് ചാടി നടക്കുകയാണ് അല്ലേ? ഒന്ന് പറ എന്തൊരു കാര്യം, ഒന്ന് പറ. ദൈവം പറയുന്നില്ല. പറയുന്നില്ല. ദൈവത്തിനെല്ലാം അറിയാം. അപ്പോ നമുക്കിത് അറിയില്ലെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം, 32 തുടങ്ങി 35 വരെ വായിച്ചു. ദൈവത്തിന്റെ തല തങ്കമുണ്ട്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, വയറു നിറയെ താമ്രമുണ്ട്, തുടർ ഇരുമ്പുമുണ്ട്, കാൽ പാതി ഇരുമ്പ് കൊണ്ട് പാതി കളിമണ്ണ് കൊണ്ട് ആയിരുന്നു. ഇരുമനസ് കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും കൈ തൊടാതെ ഒരു കരുതൽ പറഞ്ഞു വന്ന് പിന്നത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്തു കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്നു. കല്ലടിച്ചപ്പോഴല്ല ഒരുപോലെ തകരുന്നില്ല. അപ്പൊ എന്നെ നിങ്ങൾ ഈ സ്വർണം കൊണ്ട് ഒരു തലയേ ഉള്ളൂ അല്ലേ? എന്താ എല്ലാ തലകളും സ്വർണം കൊണ്ടുണ്ടാക്കാൻ? സ്വർണത്തിന് വില കൂടിയുണ്ട്. രണ്ടാമത്തേത് വെള്ളി കൊണ്ടാണ്. അത് വെള്ളി കൊണ്ട് മാത്രം. പിന്നത്തെ താമ്രം കൊണ്ടാണ്. എന്താ വെള്ളിക്ക് വില കൂടിയുണ്ടോ? താമ്രം കൊണ്ടാക്കിയ കുറച്ച്. താമ്രത്തിന് വില കൂടിയതുകൊണ്ടാണോ പിന്നെ കളിമണ്ണ് ഇരുമ്പ് ഉണ്ടാക്കിയത്? ഇരുമ്പിനിപ്പോ വില കൂടി, അതുകൊണ്ടാണ് കുറച്ച് കളിമണ്ണോണ്ടിരിക്കുന്നത് വെച്ച്. ശ്രദ്ധിച്ചാൽ അറിയാം, ചരിത്രം പോകുന്നത് സൈക്ലിക്കലല്ല, ലീനിയറാണ്. ചരിത്രം നേർരേഖയിലേ പോകുന്നുള്ളൂ, ചാക്രികമായി പോകുന്നില്ല. നമ്മളിവിടെ ജീവചക്രം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ജീവചക്രം, എന്താ ജീവചക്രം എന്ന് പറയുന്നത്? ജീവചക്രം കാര്യമില്ല. ഞാൻ ജനിച്ച തുടങ്ങി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യവും ആവർത്തനമായിട്ടില്ല. ഇപ്പൊ 83 ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെല്ലാം കേട്ടു, അയ്യോ അച്ഛൻ പോയെന്ന് കേട്ടു. അതും ആവർത്തനമല്ല, ഒരിക്കലും ഞാൻ പോകും. പോയെന്നൊക്കെ ചിലപ്പോൾ കേട്ടിട്ട് പിന്നെ ഡോക്ടർക്ക് ചെല്ലുമ്പോൾ അല്ല ജീവനുണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യും. അത് വേറെ വിഷയമാണ്. പക്ഷെ ഒരിക്കലേ ഉള്ളൂ ജനനം, ഒരിക്കലേ ഉള്ളൂ രക്ഷിക്കപ്പെടുന്ന, ഒരിക്കലേ ഉള്ളൂ സ്നാനം, ഒരിക്കലേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. അത് മാത്രമാണോ വിദ്യാഭ്യാസം? 1-ാം ക്ലാസ്സിൽ 1 വർഷമേ പഠിച്ചുള്ളൂ, 2-ാം ക്ലാസ്സിൽ, പിന്നെ 3-ാം ക്ലാസ്സിൽ, പിന്നെ കോളേജിൽ. ഇങ്ങനെ ഒന്നും ആവർത്തനമില്ല. സ്വർണ്ണത്തല ഒന്നേ ഉള്ളൂ, വെള്ളിയുടെ നെഞ്ച് ഒന്നേ ഉള്ളൂ, താമ്രം കൊണ്ടുള്ള അര ഒന്നേ ഉള്ളൂ, ഇരുമ്പ് കൊണ്ടുള്ള കാലും അതേ ഉള്ളൂ, കളിമണ്ണ് ഇരുമ്പ് ചേർന്ന പാകും അതേ ഉള്ളൂ. ഹിസ്റ്ററി ഈസ് നോട്ട് സൈക്ലിക്കൽ, ഇറ്റ് ഈസ് ലീനിയർ. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം സംവെയർ ആൻഡ് മൂവ്സ് ഓൺ. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു പ്രാവശ്യമേ കല്ല് വന്ന് ഇതിനെ ഇടിച്ച് തകർത്ത് തന്നെ രാജ്യം സ്ഥാപിക്കും. അതെന്നേക്കുള്ള രാജ്യമാണ്, ഒരിക്കലും അവസാനിക്കാത്ത രാജ്യം. അപ്പൊ പലരും ഇങ്ങനെ ആവർത്തിച്ച് വരുന്നൊക്കെയാ പറയുന്നത്. ഒന്നും ആവർത്തിച്ച് വരികയില്ല കേട്ടോ. നിങ്ങൾ അതേക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഒന്നും ആവർത്തിച്ച് വരികയില്ല, ആവർത്തനമൊന്നുമില്ല. ഹിസ്റ്ററി ഈസ് ലീനിയർ, നോട്ട് സൈക്ലിക്കൽ. നമ്മളിങ്ങനെ സൈക്ലിക്കൽ എന്ന് പറഞ്ഞാൽ ചക്രം എന്നാ പറഞ്ഞത്. ചരിത്രത്തെ ചക്രമായിട്ട് കാണാനാണ്, ജീവിതത്തെ ചക്രമായിട്ട്. ജീവചക്രം എന്നൊക്കെ പറയത്തില്ലേ? എന്താ ജീവചക്രം? അങ്ങനെ ഇല്ല. ജീവിതത്തിന് ചക്രമൊന്നുമില്ല. ജീവൻ ഒറ്റ പോക. ജനിച്ചു, ജീവിക്കുന്നു, പഠിക്കുന്നു, കല്യാണം കഴിക്കുന്നു, മക്കളുണ്ടാകുന്നു, വല്യപ്പനാകുന്നു, പിന്നെ ഒരു ദിവസം എന്ത് ചെയ്യുന്നു?
നിങ്ങൾ ഒരിക്കലും തിരിച്ചു പോകില്ല. ഞാൻ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട്, അങ്ങനെ ചില നല്ല കാലങ്ങളുണ്ടായിരുന്നു, ആ കാലങ്ങളിലേക്ക് തിരിച്ചു പോരുന്നെങ്കിൽ ആ കൂട്ടുകാരും ഒക്കെ ഓർത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കളിച്ച് ആടി നടക്കുക, വിശക്കുമ്പോൾ വീട്ടിൽ വന്ന് അമ്മ ഭക്ഷണത്തിൽ എല്ലാം തരാൻ പറയുക, ഉത്ഭവിച്ച് കഴിക്കുക, പിന്നെ പോയി കളിക്കുക, ഉറക്കം വരുമ്പോൾ കയറി കിടന്നു. എന്ത് രസമായിരുന്നു ഇല്ലയോ? പോകാൻ ആഗ്രഹമുണ്ടോ? ഇല്ല, ആഗ്രഹമില്ല. ദൈവം അങ്ങനെ അനുവദിക്കത്തില്ല. അങ്ങനെ ഒരു പരിപാടിയില്ല. യു വിൽ നെവർ റിട്ടേൺ ടു ദ പ്ലേസ് ഫ്രം വെയർ യു ഹാവ് ലെഫ്റ്റ്. അതുകൊണ്ട് പുരോഗതി മുന്നോട്ടുണ്ടത് പുരോഗതിയാണോ അധോഗതിയാണോ എന്ന് ഈ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയും. കാശൊക്കെ കുറെ കൂടുതലൊക്കെ ഉണ്ടാക്കാമെങ്കിലും മൊത്തം ജീവിതത്തെ പറ്റി പറയുമ്പോൾ വിശ്വാസികളായ നമുക്ക് പുരോഗതിയൊക്കെ ഉണ്ട്. അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോടുകൂടെ വാഴാൻ വേണ്ടി ഉള്ളവരാണ്. പക്ഷേ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ലോകത്തിന്റെ ചരിത്രം എല്ലാം അങ്ങനെയാണ്. ഇന്ത്യയുടെ ചരിത്രം അങ്ങനെയല്ലേ? നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുഗൾ സാമ്രാജ്യം വന്ന് ഭരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ഇംഗ്ലീഷുകാർ വന്നു, അവരെല്ലാം വന്ന് ഭരിച്ചു. അവസാനം മഹാത്മാഗാന്ധി വന്ന് വിപ്ലവമൊക്കെ ഉണ്ടാക്കി നമുക്ക് സ്വാതന്ത്ര്യം കെട്ടി മറ്റൊരു ഇട്ടേച്ച് പോയി. മുന്നോട്ട് പോവാ. കോൺഗ്രസ് ഭരിച്ച 10 കൊല്ലം ഉണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും കോൺഗ്രസ് ഭരിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവർ കുറച്ചു കാലം കഴിക്കും, വേറൊരു പാർട്ടി ആയിരിക്കും വരുന്നത്, ഐക്യപാർട്ടി ആയിരിക്കും, അവർ കുറച്ചു കാലം കഴിക്കും. അങ്ങനെ ഭരണം നീണ്ടു പോകും. ഒന്നും നല്ലതല്ല. ശലോമോൻ പറഞ്ഞു അങ്ങനെയല്ല ആദ്യം തുടങ്ങി. അത് വേറൊരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് കാര്യത്തെക്കുറിച്ചോ ഒരു മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചോ ലോകത്തിന്റെ ചരിത്രത്തെക്കുറിച്ചോ അല്ല പറയുന്നത്. ജനനവും മരണവും എല്ലാം ഇങ്ങനെയുണ്ട്, സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ലോകത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇറ്റ്സ് ലീനിയർ, ഇറ്റ് ഈസ് നോട്ട് സൈക്ലിക്കൽ. അതൊരു ആശ്വാസമാണ്. കാരണം എന്തെന്നറിയാമോ? കഴിഞ്ഞു പോയത് ഇനി വരൂല്ല. ഞാൻ വിചാരിക്കാറുണ്ട്, എൻ്റെ പ്രൈമറി സ്കൂളിലെ ഒരു അഡ്മിഷൻ സാറുണ്ടായിരുന്നു, അതിന്റെ പേരൊന്നും ഇതിൽ കൂടെ പറഞ്ഞത് ശരിയല്ലല്ലോ. അയ്യോ, അടിയെന്ന് പറയാം, എന്നോ അടിയും. ഇനി എൻ്റെ ജീവിതത്തിൽ ആ സാറിന് അടി വാങ്ങണ്ടെന്നുള്ള എനിക്കൊരു ആശ്വാസമാണ്. അപ്പച്ചൻ്റെ അടി വാങ്ങി വളർന്ന കാലമുണ്ട്, ഒരാശ്വാസം. ഇനി അപ്പച്ചൻ്റെ അടി വാങ്ങി വളരേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ മക്കളെ അടിച്ചു വളർത്തിയൊരു കാലമുണ്ട്, ഇനി അവരെ അടിച്ചു വളർത്തേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇല്ല. ഇപ്പൊ തന്നെ പിള്ളേർ വന്ന് എന്തൊരു സന്തോഷമാണ്, എന്തൊരു സന്തോഷം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോവും. പിന്നെ അവരും എന്നെ പോലെ തന്നെ ഒരു മക്കളും കൊച്ചുമക്കളും അടുത്ത തലമുറയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. ദിസ് ഈസ് ലീനിയർ, പുരോഗമനാത്മകമാണ്. നീണ്ട നിലത്തിൽ ഒരിടത്ത് തുടങ്ങി ഒരിടത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയാം പഴയ കാലമായിരുന്നു നല്ല കാലം എന്ന് പറഞ്ഞ് അങ്ങനെ ഓർത്തിരുന്നുണ്ടാ മതി. പഴയ നല്ല കാലത്തേക്ക് തിരിച്ചു വരുന്ന ഒരു കാര്യമേ, നമ്മളാരും പഴയ നല്ല കാലത്തേക്ക് തിരിച്ചു വരികയില്ല. നമുക്ക് നല്ല കാലത്തേക്ക് മുന്നോട്ട് പോകാം. നല്ല കാലങ്ങൾ ഉണ്ടാകാനായിട്ട് നാം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്തോ. തിരിച്ചു പോകാൻ ആരും ശ്രമിക്കരുത്. വേറൊരു സത്യം ഇവിടെ ഞാൻ കണ്ടത്, നമ്മൾ ഈ വായിച്ചിടത്തുണ്ട്, സ്വർണത്തിൽ നിന്നും വെള്ളിയിലേക്കും, വെള്ളിയിൽ നിന്ന് താമ്രത്തിലേക്കും, താമ്രത്തിൽ നിന്ന് ഇരുമ്പിലേക്കും, ഇരുമ്പിൽ നിന്ന് ഇരുമ്പും കളിമണ്ണും ചേർന്നതിലേക്കുമാണ് പോകുന്നത്. പുരോഗതിയാണോ അധോഗതിയാണോ? ഈ ലോകത്തിൽ ജീർണതാ പ്രമാണം എന്ന് പറഞ്ഞ എൻട്രോപ്പി എന്ന് പറഞ്ഞൊരു പ്രമാണമുണ്ട്. അത് ലോകരാഷ്ട്രങ്ങൾക്കും ഉണ്ട്, ഭരണങ്ങൾക്കും ഉണ്ട്, ഒക്കെ. ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഒരു ലീഡർ ഇനി കിട്ടുമോ? കിട്ടൂല. ഇന്ദിരാഗാന്ധിയെ പോലെ ശക്തിയായ ഒരു ഭരണാധികാരി ഇനി കിട്ടുമോ? നല്ലതോ മുഴുക്കൊന്നോ അല്ല, അതൊന്നും എൻ്റെ വിഷയം. കിട്ടൂല. രാജീവ് ഗാന്ധിയെ പോലെ ഇത്ര നല്ലൊരു മനുഷ്യനെ ഇനി കിട്ടുമോ? കിട്ടൂല. മോദി വലിയ കഴിവുള്ള, മോദിയെ പോലെ ഭരണാധികാരി മോദി പോയി കഴിഞ്ഞാൽ കിട്ടുമോന്ന് ചോദിച്ചാൽ കിട്ടുകയില്ല. നല്ലതോ തീയതോ അതല്ല എൻ്റെ വിഷയം, തെറ്റിദ്ധരിക്കരുത്. അടുത്ത് വരുന്ന ആൾ എങ്ങനെയുള്ള ആളാണെന്ന് വരുമ്പോൾ അറിയാം. പൗലോസിനെ പോലെ ഒരാൾ നമുക്ക് കിട്ടിയിട്ടില്ല, പത്രോസിനെ പോലെ ഒരാൾ നമുക്ക് കിട്ടിയിട്ടില്ല, ഹഡ്സൺ ടെയിലറെ പോലൊരു മിഷണറി നമുക്ക് കിട്ടിയിട്ടില്ല, വില്യം കേറിയെ പോലൊരു മിഷണറി നമുക്ക് കിട്ടിയിട്ടില്ല, സ്പർജനെ പോലൊരു പ്രസംഗിയെ നമുക്ക് കിട്ടിയിട്ടില്ല, ജോൺ കാലുവിനെ പോലെയുള്ള ഒരു തിയോളജിനെ നമുക്ക് കിട്ടിയിട്ടില്ല, സെയിന്റ് ഓഗസ്റ്റിനെ പോലെയുള്ള ഒരാളെ നമുക്ക് കിട്ടിയിട്ടില്ല. ഭക്തന്മാരും പണ്ഡിതന്മാരും ലോകത്തുണ്ടാകുന്നുണ്ട്. ഗോഡ് നെവർ ഡ്യൂപ്ലിക്കേറ്റ്സ് പീപ്പിൾ. ഏബ്രഹാം തോമസ് നല്ലതാണെങ്കിൽ മോശമായാലും ഏബ്രഹാം തോമസിനെ പോലെയുള്ള വേറൊരാളെ കിട്ടത്തില്ല. എന്നേക്കാൾ നല്ലവരെ നിങ്ങൾക്ക് കിട്ടും, പക്ഷെ എന്നെ പോലെ ഒരാളെ നിങ്ങൾക്ക് കിട്ടും. കാരണം ഈ കൊലയിൽ ഒരെണ്ണേ ഉള്ളൂ ദൈവത്തിന്റെ ഈ പരിപാടിയിലെ. അങ്ങനെയാണ് ദൈവം വെച്ചിരിക്കുന്നത്. പിന്നെ പൊതുവെ പറഞ്ഞാൽ ഈ വില കുറഞ്ഞാ പോകുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, കൊച്ചു ജ്യോതിഷിയെ പോലെയുള്ള ഒരാളുണ്ടായിരുന്നു, 2 ലക്ഷം ആത്മാക്കളെ നേരിട്ടെന്നാണ് പറയുന്നത്. തോന്നുന്നു കേരളത്തിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ബില്ലി ഗ്രാമിനെ പോലെ സുവിശേഷൻ ഇനി ഉണ്ടായിരുന്നെങ്കിൽ, DL മൂഡിയെ പോലെ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ബില്ലി സൺഡയെ പോലെ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ജോൺ വെസ്ലിയെ പോലെയുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ, ജോർജ് വിറ്റ്ഫീൽഡിനെ പോലെ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ആരും ഉണ്ടാവുന്നെങ്കിൽ. ജോർജ് ബെർബറെ പോലെ ഒരു കാലം നിങ്ങൾക്ക് അറിയാവുന്നില്ല,
ഓപ്പറേഷൻ മൊബിലൈസേഷൻ തുടങ്ങിയ ആള്, ലോഗോസ് കപ്പലുമൊക്കെ തുടങ്ങിയ ആള്, അങ്ങനത്തെ ആളുണ്ടായിരുന്നെങ്കിൽ. ഈ എൻട്രോപ്പി എന്ന് പറഞ്ഞൊരു വല്ലാത്ത പ്രമാണമാണ്, ജീർണതാ പ്രമാണം. ഓരോ തലമുറകൾ കഴിയുമ്പോഴും ജ്ഞാനം വർദ്ധിക്കുകയാണെന്നാ പറയുന്നത്. ശരി തന്നെ, ജ്ഞാനം വർദ്ധിക്കുകയാണ്. നന്മയോ തിന്മയോ? നോബൽ TNT കണ്ടുപിടിച്ചത് കൊണ്ട് നന്മയോ തിന്മയോ? നോബലിനോട് പറഞ്ഞു ഒരാള്, നിങ്ങൾ ഈ TNT കണ്ടുപിടിച്ച് വലിയ മഹാനായി തീർന്നു, എന്തോ ഒരു കോടി ആളുകളെ ആ ലോകത്തിൽ ഈ വെടിപൊട്ടിച്ച് കൊല്ലുന്നു അറിയും, ഈ വെടിമരുന്നുകൊണ്ട്. നിങ്ങളൊരു മഹാകൊലപാതകനാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെയെങ്കിൽ എനിക്ക് ഈ ഇതിൽ നിന്നും കിട്ടുന്നതായിരിക്കുന്ന സ്വത്തും ആദായവും മുഴുവനും ഞാൻ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും കലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും സാഹിത്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും ഒക്കെ ഞാൻ കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ നോബൽ പ്രൈസ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ വല്ലതൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം, ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ. പല ആളുകളും അങ്ങനെയല്ല, അവർ നിന്ന് കുടിച്ചെത്തു. അങ്ങനെ പോയാൽ പണ്ട് കഥയ്ക്കകത്ത് അപ്പൂപ്പനും അമ്മൂമ്മ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ ഒരു കഥാപാത്രമായിട്ട് നമ്മളത് മാറുമെന്നേ ഉള്ളൂ. നമ്മളെ കൂടെ അത് കൂടുതലൊന്നും സംഭവിക്കുകയില്ല. വേറൊരു വലിയ സത്യം ഞാനിവിടെ കാണുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പരിപാടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്മോൾ ബിഗിനിങ്സ് ആൻഡ് ബിഗ് എൻഡിങ്സ്. സ്മോൾ ബിഗിനിങ്സ് ആൻഡ് ബിഗ് എൻഡിങ്സ്. അങ്ങനെ കർത്താവ് പറഞ്ഞ ഉപമകളൊക്കെ കേട്ടിട്ടില്ലേ? കടുകുമണിയോളം ഉള്ളൊരു മണി, ഇത്രേ ഉള്ളതാ സ്മോൾ ബിഗിനിങ്. അല്പം പുളിമാവ്, സ്മോൾ ബിഗിനിങ്. ഒരു ചെറിയ വല എറിഞ്ഞു, സ്മോൾ ബിഗിനിങ്. വലിച്ചു കയറ്റുന്നതോ ഒരു പ്രത്യാഘാതങ്ങളും അങ്ങനെയാ കേട്ടോ. ചെറിയ വാക്ക്, ഒരു വാക്കേ ഉള്ളൂ, ചെറിയ വാക്കാ, പക്ഷെ അത് സംഭവിക്കാൻ പോകുന്നത്, ചെയ്യുന്നത് എന്തോന്നറിയോ? ഭയങ്കര നാശം വിതയ്ക്കും. ഞാൻ അത്രയൊന്നും വിചാരിച്ചില്ല, അങ്ങനെയൊന്നും വിചാരിച്ചു അല്ല പറഞ്ഞെന്ന് ഞാൻ പറയും. കയ്യിൽ നിന്ന് കല്ലെറിഞ്ഞ് കഴിച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല, ചെന്ന് അവനെ കൊള്ളുവന്നു. ഇല്ലേ? വല്ല കാര്യമുള്ളൂ പറഞ്ഞിട്ട്? ഒരു കാര്യവും ഇല്ല. നന്മയിലും അങ്ങനെ തന്നെ. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം, സ്വർഗരാജ്യം അല്പപുളിമാവിനോട് സദൃശ്യം. സ്വർഗരാജ്യം ഇങ്ങനെയാണ്, പക്ഷെ അതിന്റെ അന്ത്യമോ ഭയങ്കര കൊയ്ത്ത്, ഭയങ്കര പൊളിച്ചെല്ലാം പൊളിച്ചു പൊങ്ങി, അങ്ങനെയൊക്കെയാണ്. ലോകത്തുള്ള സകല പക്ഷികളും വന്നതിന്റെ കീഴിൽ കൂടുവെക്കുന്നു. ദൈവത്തിന്റെ പരിപാടികളുടെ ഒരു പ്രത്യേകത അങ്ങനെ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നെബൂഖദ്നേസർ രാജാവ് കീഴടക്കിയ രാജ്യങ്ങളെക്കാൾ കൂടുതൽ രാജ്യങ്ങളെ സൈറസ് രാജാവും അഹശ്വേരോസ് രാജാവും, അവരൊക്കെ പേർഷ്യൻ സാമ്രാജ്യം ഇന്ത്യ ഉൾപ്പെടെയുള്ള 120 സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. ബാബിലോണിന് അത്ര ഇല്ലായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. അത് കഴിഞ്ഞ് അലക്സാണ്ടർ ചക്രവർത്തി വന്നപ്പോഴും ഖേദിച്ചെന്നാ പറഞ്ഞ, ഇനി എവിടെയെന്നാ ചോദിച്ചത്, ഇനി എനിക്ക് കീഴടക്കാൻ ലോകത്തിൽ രാജ്യങ്ങൾ എവിടെ? റോമ സാമ്രാജ്യം വന്നപ്പോഴോ റോം മുഴുവനും കീഴടക്കി. അതുപോലെ നാശത്തിൽ വന്നപ്പോഴേ ഇരുമ്പ് തല്ലി തകർക്കുന്ന പോലെ സ്വർണത്തിൽ തല്ലി തകർക്കാൻ പോവുക, വെള്ളിക്ക് തല്ലി തകർക്കാൻ പോവുക, താമ്രത്തിനും പോവുക, നശീകരണത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതൊരു വലിയ പ്രമാണം നമ്മൾ മനസ്സിലാക്കണം. ചെറിയ ചെറിയ ബിഗിനിങ്സ് ആണെങ്കിലും വലിയ വലിയ പ്രത്യാഘാതങ്ങളും വലിയ വലിയ അവസാനങ്ങളും ഒക്കെ അതിന് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. 2-ാം അധ്യായത്തിന് 45-ാമത്തെ വാക്യമായി, സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവും. ദൈവത്തിന്റെ വെളിപ്പാടുകൾ സത്യവും നിശ്ചയവും. ഈ പുസ്തകത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യവും നിശ്ചയവും. നെബൂഖദ്നേസർ രാജാവിനോട് പറഞ്ഞു, രാജാവ് എത്ര കിടന്ന് ചാടിയാൽ ഇതിലൊന്നിനും വ്യത്യാസം വരുത്താൻ നോക്കും. അത് ശക്തനായ മനുഷ്യനാണ്, പക്ഷെ ഒരു കാര്യവുമില്ല. പുല്ല് തീറ്റിക്കുമെന്ന് ദൈവം പറഞ്ഞു, പുല്ല് തീറ്റിക്കണേ ചെയ്തു. 7 കൊല്ലം പുല്ല് തീറ്റിക്കും. ഒരു രാജാവിനെ കൊണ്ട് ബോവാനർഗസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, ഒരു മാനസിക രോഗം. അതിൽ ഓരോ മനുഷ്യൻ ഓരോന്ന് ചിന്തിക്കും. അയാൾ കാളയാന്നാ ചിന്തിച്ച നെബൂഖദ്നേസർ രാജാവ്. അപ്പൊ 4 കാലം ഇങ്ങനെ നടന്നു പുല്ല് തിന്നാം, തിന്നാവുന്ന പുല്ല് വരെയൊക്കെ തിന്നു. ചില ആളങ്ങനെ അനൗൺസറായിട്ട് ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് ബ്രാഹ്മണരുടെ അവിടെ. ചിലർ വണ്ടി ഓടിച്ചു നടക്കുന്നുണ്ട്. ദൈവം തമ്പുരാൻ പറഞ്ഞാൽ എന്തും നടക്കുമെന്നുള്ളത്. അതാണ് ദൈവത്തിന്റെ പരിപാടി. വെളിപ്പാടുകളെ പറ്റി പറയുന്നത് അത് നിശ്ചയവും സത്യവും, സത്യവും നിശ്ചയവുമാണ്. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും 100% സത്യവും 100% നിശ്ചയവുമാണ്. അതിൽ ഏതെങ്കിലും ഒന്നൊരു അല്പ വ്യത്യാസം വന്നെങ്കിലും നമ്മൾ വിചാരിച്ച വ്യത്യാസം വരില്ല. അത് നമുക്ക് വളരെ ആശ്വാസകരമായിരിക്കുന്ന ഒരു കാര്യമാണ്.
നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ദൈവം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. വിശ്വസിക്കാവുന്ന ഒരു ദൈവവും വിശ്വസിക്കാവുന്ന ദൈവത്തിൻ്റെ വചനവും ഉണ്ട്. വിശ്വസിക്കാവുന്ന ദൈവവും വിശ്വസിക്കാവുന്ന ദൈവത്തിൻ്റെ വചനവും. അത് ആശ്വാസമാണ്, വലിയ ആശ്വാസം. 2:48-49 വായിച്ചേ. സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിപാടികൾ ദൈവത്തിൻ്റെ മക്കളെയും ഉപയോഗിക്കും. അവർ രാഷ്ട്രീയത്തിലൊന്നുമില്ല. ദാനിയേൽ ഭരണാധികാരിയായില്ല, പക്ഷേ അഡ്മിനിസ്ട്രേറ്റർ. ഹി വാസ് നോട്ട് രാജാവല്ല, രാജ്യമല്ല, രാജകുടുംബത്തിലെ ആളല്ല, പക്ഷേ കാര്യങ്ങൾ നിശ്ചയിച്ചാരാ. അപ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. ദൈവം ചില മർമ്മ സ്ഥാനങ്ങൾ എന്ന് പറയുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ ദാസന്മാരെ ആക്കി വയ്ക്കും. പക്ഷെ അവിടെ ആയിത്തീരണമെങ്കിൽ എല്ലാവർക്കും സാധിക്കുകയില്ല. ഒരു ദാനിയേലല്ലേ ഉള്ളൂ, ഒരു ശദ്രക്ക്, ഒരു മേശയ്ക്ക്, ഒരു അഭിനവല്ലേ ഉള്ളൂ. നിങ്ങൾ ദൈവത്തിന്റെ പരിപാടിയിലെ ഒരു മർമ്മപ്രധാനമായ സ്ഥാനത്താകുന്നു എന്നുള്ളത് നിങ്ങൾ ഈ പരിപാടിയിൽ എന്ത് ചെയ്യുന്നു, എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതിനെ ആധാരമാക്കിയിരിക്കാം. അതൊരു ചെറിയ കാര്യമല്ല. ദൈവ ചരിത്രത്തിൽ അങ്ങനെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പൗലോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തു മതത്തിലെ വല്ല ഒരാളാകേണ്ട മനുഷ്യനാണോ ആ മനുഷ്യന്? ക്രിസ്തു മതത്തെ ഉപദ്രവിച്ചവനും ക്രിസ്ത്യാനികളെ കൊന്നവനും അല്ലേ. എന്നിട്ട് ദൈവം അവനെ എന്ത് ചെയ്തു? ആഫ്രിക്കയിൽ നിന്നും കപ്പൽ നിറച്ച് അടിമകളെ കുത്തി നിറച്ച് ഇംഗ്ലണ്ടിന്റെ തീരത്ത് കൊണ്ടുവന്ന് വിറ്റ് കാശ് വാങ്ങി ഈ അടിമകളെ പലരെയും അബ്യൂസ് ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനാണ് ജോൺ ന്യൂട്ടൺ. എന്നിട്ട് അദ്ദേഹത്തെ ദൈവം ആരാക്കി? അമേസിംഗ് ഗ്രേസ് എന്നുള്ള പാട്ട് തന്നെ മതി. ആ പാട്ടിന്റെ ട്യൂണിനെ പറ്റി ചരിത്രകാരന്മാർ പറയുന്നത് അത് കപ്പലിൽ ഈ അടിമകൾ ഞരങ്ങുന്ന ഞരക്കമായിരുന്നാണ്. ആ ഞരക്കത്തിന്റെ ട്യൂണിലാണ് അദ്ദേഹം ആ പാട്ട് എഴുതുന്നുണ്ടാവുന്നത്. അവരങ്ങനെ രാത്രി കരഞ്ഞത് അടിമകളോട് കിടന്നു. ദൈവത്തിന് അധികം കഥ കഴിയും. ചാകാൻ പോകുന്ന അടിമകളുടെ കരച്ചിലിനെ ദൈവമക്കൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള മ്യൂസിക്, ഒരു പാട്ടിന്റെ ട്യൂണാക്കി മാറ്റാൻ പോലും ദൈവത്തിന് കഴിയും. ഈസ് എ ഗ്രേറ്റ് ഗോഡ്, ഈസ് എ ഗ്രേറ്റ് ഗോഡ്. ദൈവം തന്റെ പരിപാടികളിൽ ദൈവദാസന്മാരെ ഉപയോഗിക്കുന്ന വിധങ്ങളെ, ഗവൺമെന്റ് സർവീസിലൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്, IAS-കാരും ഒക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല. ദാനിയേലിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദാനിയേൽ ഉത്കൃഷ്ട മനസ്സനായിരുന്നു. അവൻ പ്രൊമോഷൻ കിട്ടി പോയെന്ന് മാത്രമല്ല, സ്ഥാനത്തെത്തിയപ്പോൾ എന്ത് ചെയ്തു? തന്നോടുകൂടെ പ്രാർത്ഥിച്ച 3 പേരുണ്ട് ദൈവത്തിന്റെ വെളിപ്പാടുകൾ അറിയാൻ വേണ്ടി, രഹസ്യം അറിയാൻ വേണ്ടി. ശദ്രക്, മേശക്, അബേദ്നെഗോ രാജാവിനോട് പറഞ്ഞു, ഇതിന്റെ ക്രെഡിറ്റ് എനിക്ക് തന്നെ തന്നാ പോരാ, എൻ്റെ കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച 3 പേരുണ്ട്, അവരെയും. സാധാരണ മനുഷ്യരെന്ത് ചെയ്യും? ജോസഫിന്റെ കഥയിലെ പാനപാത്രവാഹകനെ പോലെ. എന്താ? ജോസഫിനെ മറന്നു, ഇഗ്നോർ ചെയ്തു. അടിപ്പ കിടക്കുന്ന, ജയിലിൽ കിടക്കുന്ന മനുഷ്യനെ രാജാവിനോട് റെക്കമെൻഡ് ചെയ്യാൻ ഞാനെതിരെ എടുക്കും, അവനോട് ചെത്തും. നിങ്ങൾക്കോ എനിക്കോ ദൈവം അവസരങ്ങൾ തന്നാൽ, സ്ഥാനങ്ങൾ തന്നാൽ, സ്വാധീനങ്ങൾ തന്നാൽ, അത് ദൈവമക്കളുടെ ഉപയോഗത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കാര്യം, സ്വന്തം കാര്യം സ്വന്തമാകുമെന്ന് മാത്രം വിചാരിച്ച് ജീവിക്കരുത്. അങ്ങനെ ജീവിക്കുന്നവരാ വലിയവരാണ്. എല്ലാവർക്കും മറ്റുള്ളവർ നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ നാം മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ബൈബിളിലെ കർത്താവ് പഠിപ്പിച്ചതും അപ്പോസ്തലൻ പറഞ്ഞതും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതല്ല. ആ പ്രമാണം എല്ലായിടത്തും ഉണ്ട്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത്. വാങ്ങുന്നത് പണം മാത്രമല്ല, വാങ്ങുന്നത് പ്രശസ്തിയാകാം, സഹായമാകാം, ആഹാരമാകാം, എന്തുമാകാം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഏറെ നല്ലത്. ദാനിയേൽ അങ്ങനെ മനുഷ്യനായിരുന്നു. ബിഗ് മാൻ, ഗ്രേറ്റ് മാൻ, ദാറ്റ്സ് വെരി ഗുഡ്. അതെ. അപ്പൊ ദാനിയേലിനെ പോലെയുള്ള ആളുകളെ ദൈവം തന്റെ പരിപാടികളിൽ ഉപയോഗിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 46-47 വാക്യങ്ങൾ വായിച്ച്, അത് വായിച്ചിട്ട് ഞാൻ 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. 2-ാം അധ്യായത്തിന്റെ 46-47 രാജാവ് എന്താ ചെയ്തത്? ഈ ഒരു വലിയ ചരിത്രത്തിന്റെ സമാപ്തിയിലേക്ക് വരുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. അവനൊരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. ആകട്ടെ, ദാനിയേൽ ആ വഴിപാടും യാഗമൊക്കെ സ്വീകരിച്ചു കാണുന്നു. മറ്റുള്ളവരുടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? പൗലോസിനും ബർന്നബാസിനും യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ അവരെന്ത് ചെയ്തു? സ്വീകരിച്ചു. പത്രോസിനെ വീണ് നമസ്കരിച്ചപ്പം ദൈവത്തിന് നിന്നെ പോലെ മനുഷ്യനാന്ന് തോന്നുന്നു.
അതെ. ഇപ്പൊ ദാനിയേൽ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. രാജാവ് കൽപ്പിക്കുന്നു, എന്താ കൽപ്പിക്കുന്നത്? അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. അവന് ഒരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. എൻ്റെ ഒരു വിചാരം അവിടെ എഴുതാത്ത ഒരു വരിയുണ്ട്. ദാനിയേൽ പറഞ്ഞു, സൗരഭ്യവാസനയായി യാഗം അർപ്പിക്കുന്നെങ്കിൽ അത് ആർക്ക് അർപ്പിക്കണം? ദൈവത്തിന് അർപ്പിക്കണം. അങ്ങനെ ചിന്തിക്കാൻ കാരണം അടുത്ത സെന്റൻസാ. അടുത്ത സെന്റൻസ് എന്താ പറയുന്നത്? രാജാവ് ദാനിയേലിനോട്, നീ ഈ കാര്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവരുമാകുന്നു സത്യം എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞ രാജാവ് ദാനിയേലിനെ പുകഴ്ത്തി പെട്ടെന്ന് ദാനിയേലിന്റെ ദൈവത്തിലേക്ക് ശ്രദ്ധ മാറ്റി. തുറന്നു പറഞ്ഞത് ദാനിയേലിന്റെ കൊണ്ടുവന്നു, ദാനിയേലിനെ ആദരിച്ചു, മാലയിട്ടു, കാളെ കൊണ്ട് നടത്തു, ധൂപാരാധന നടത്തി. എന്നിട്ട് അവസാനം പറഞ്ഞ് ദാനിയേലിനെ പ്രധാന ഭരണാധികാരിയാക്കി എന്നാ പറയേണ്ടത്. പക്ഷെ അതിനിടയിൽ പെട്ടെന്ന് രാജാവ് പെട്ടെന്ന് പറഞ്ഞു, ഈ രഹസ്യം വെളിപ്പെടുത്തിയത് കൊണ്ട് നിന്റെ ദൈവം ഏറ്റവും വലിയ ദൈവമാണ്, രാജാതി രാജാവും കർത്താതി കർത്താവും എല്ലാം. അപ്പൊ ദാനിയേൽ അവിടെ ഉടനെ തന്നെ പറഞ്ഞു കാണും, ദാനിയേലല്ല ഇതിന്റെ മഹത്വം, എൻ്റെ ദൈവത്തിന് എന്ന് പറഞ്ഞു കാണുള്ളൂ, എഴുതിയിട്ടില്ല. അതെന്താ ദാനിയേൽ തന്നെയല്ലേ എഴുതുന്നത്? എന്താ ദാനിയേൽ വിട്ടുപോയെന്ന് എനിക്കറിയില്ല. അതോ അങ്ങനെ സംഭവിച്ചില്ലയോ? ഇല്ലായിരിക്കും. ബട്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ദാനിയേലിന് അത് കൊടുത്തതായിട്ട് പറയുന്നില്ല. പക്ഷെ നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനെ പുകഴ്ത്തിയെങ്കിൽ അതേ വായിൽ നിന്ന് പെട്ടെന്ന് താൻ ഗിയർ ചേഞ്ച് ചെയ്തിട്ട് പറഞ്ഞു, ദാനിയേലിന്റെ ദൈവം സത്യദൈവം, രാജാതിരാജ, രാജാതി കർത്താവാണ്. മറ്റു രാജാക്കന്മാരും അത് ചെയ്തു. ദാനിയേലിന്റെ ദൈവത്തിനെതിരെ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അവനെ അവന്റെ കുടുംബത്തിലുള്ളവരെ കഷമാക്കുന്നു. ദാനിയേലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദാനിയേലിന്റെ ക്രെഡിറ്റ് കിട്ടേണ്ട സമയങ്ങളിലൊക്കെ ദാനിയേൽ ആ ക്രെഡിറ്റ് ആർക്ക് കൊടുത്തു? ദൈവത്തിന് കൊടുത്തു. അത് നമ്മളൊക്കെ പഠിക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ്. നമുക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് പറയാം, നമുക്കത് നല്ല വാക്ക് പറഞ്ഞെന്ന് പറയാം, അതൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് ദ ക്രെഡിറ്റ് ഗോസ് ടു ഗോഡ്. മഹത്വം ദൈവത്തിന് പോകുന്നു എന്ന് നാം ഉറപ്പ് വരുന്നു. ഇപ്പൊ ഒരു കറി ഉണ്ടാക്കി വളരെ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ താങ്ക് യു എന്ന് പറയുന്നതല്ല, അത് ദൈവത്തിന്റെ സഹായം, ദൈവത്തിന്റെ കൃപ കൊണ്ട് സാധിച്ച സഹോദരി എന്ന് പറയുന്നതല്ലേ നല്ലത്. താങ്ക് യു പറഞ്ഞ കുഴപ്പമില്ല, താങ്ക് യു. പക്ഷെ ദൈവത്തിന് നന്ദി, അത് ദൈവം ചെയ്തൊരു അതിശയമാണ്. ആ ഒരു നല്ല പ്രസംഗിച്ചു കഴിഞ്ഞാൽ, ഈ പ്രസംഗത്തിന് നല്ലതല്ലെന്ന് എനിക്കറിയാം, കാരണം അത്രയും നല്ലതായിട്ട് വരില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറഞ്ഞത് ആരെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ താങ്ക് യു, എനിക്കറിയില്ല, ഞാൻ നല്ല പ്രസംഗിയാണ് അല്ലേ, എന്നെ കൊണ്ട് കഴിയുമെന്നുള്ളത് എനിക്കറിയില്ല, അതല്ല. ഗീവ് ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവം തന്ന വചനം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും മഹത്വം ആർക്ക് പോകണം? അനേക ആളുകളും അവരുടെ പേരിൽ സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാക്കും. ഇന്നാരുടെ സംഘടന എന്ന് പറയാം. ഞാൻ നോക്കിയപ്പോ ജീവനിരിക്കുന്ന കാലത്ത് സ്വന്തം പേര് സംഘടന ഉണ്ടാക്കിയിട്ടുള്ള ഒട്ടുമിക്കവാറും ആളുകൾ തകർന്നടിഞ്ഞത് ചരാഴ്ച. എല്ലാവരും ഒന്നും ഞാൻ പറയില്ല, ഒട്ടുമിക്കവാറും ആണ് തകർന്നടിഞ്ഞു. ദൈവത്തിന് പോകേണ്ട മഹത്വം നമ്മളെടുത്ത് ദൈവം വിടുവാണ്. ദൈവം നമ്മുടെ കാലശേഷം ആരെങ്കിലും മെമ്മോറിയൽ ഉണ്ടാക്കിക്കൊണ്ട്, അതുപോലെ നാം ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ പേര് നമ്മൾ തന്നെ മെമ്മോറിയൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യാൻ പാടില്ല. ദാനിയേലിന്റെ മെമ്മോറിയൽ ഒന്നും ഉണ്ടാക്കിയില്ല. ബേഥാനിയയിലെ മറിയയ്ക്ക് വേണ്ടിയാണ് കർത്താവിനെ കൂടാതെ ഒരു ആകെ മെമ്മോറിയൽ ഉള്ളത്. അവൾ ചെയ്ത കാര്യം ലോകത്തിൽ ഇല്ല, അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി എന്നാണ്. അതും ബേഥാനിയയിലെ മറിയ സ്ഥാപിച്ച മെമ്മോറിയൽ അല്ലല്ലോ, കർത്താവ് സ്ഥാപിച്ച മെമ്മോറിയൽ. അപ്പൊ മഹത്വം നമ്മൾ എടുക്കാതിരിക്കാനായിട്ട് നാം എപ്പോഴും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 2-ാം അധ്യായം ഒത്തിരി സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിപാടികളെക്കുറിച്ചും ലോകരാജ്യങ്ങളെക്കുറിച്ചും ലോകത്ത് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും കർത്താവിന്റെ രാജ്യത്തെക്കുറിച്ചും അല്ലേ, ദൈവത്തിന്റെ പരിപാടികളെക്കുറിച്ചും ദൈവത്തിന്റെ അധികാരത്തെക്കുറിച്ചും ദൈവദാസന്മാരെ ഇതിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒക്കെ നമുക്ക് പഠിക്കാം. പക്ഷേ ആത്യന്തികമായി പറയുമ്പോൾ നാം എന്ത് പഠിച്ചാലും എന്ത് ചെയ്താലും അതിന് മഹത്വം ആർക്ക് പോകണം? ഗാഡ്. ഡിയോ ഗ്ലോറിയ, ടു ഗാഡ് ബി ദ ഗ്ലോറി.
മഹത്വം മുഴുവൻ ദൈവത്തിന്. നമ്മൾ പേരെടുക്കാതിരിക്കാനായിട്ട് എപ്പോഴും നാം ശ്രമിക്കണം. നമ്മളിലേക്ക് അറ്റൻഷൻ ഡ്രോ ചെയ്യുന്ന യാതൊരു കാര്യവും നാം ആവോളം ചെയ്യാതിരിക്കാനായിട്ട് നാം എത്ര ശ്രമിച്ചാലും ചില കാര്യങ്ങളൊക്കെ ആളുകൾ അങ്ങനെയൊക്കെ പറയും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ നാം മനഃപൂർവ്വം ഒന്നും ചെയ്യരുത്. അപ്പോ ദാനിയേൽ പ്രവചനം 2-ാമത്തെ അധ്യായം നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു, എനിക്ക് വലിയ അനുഗ്രഹമായി തീർന്നു. എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം.